ഹലോ നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നുള്ളത് ഒരു ഗാർലിക് ബ്രെഡിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം നമ്മളൊരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് ചെറു ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇടുന്നത് 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും അതുപോലെ തന്നെ 1 സ്പൂൺ ഷുഗറുമാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5-8 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 5-8 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അധികം തീ കൂട്ടി വെക്കാതെ ചെറിയൊരു തീയിൽ വേണം ഇത് മെൽറ്റാക്കി എടുക്കാനായിട്ട്. അതേ ബട്ടറൊക്കെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ഗാർലിക് എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതൊന്ന് വളരെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് ഫ്ലേവർ വേണ്ട എന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്ക് ഗാർലിക് ബ്രെഡിന് വേണ്ട ഡോ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗാർലിക്ക്, പിന്നെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ബട്ടറിൽ നിന്ന് 1 സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ അല്ലെങ്കിൽ ഏകദേശം 1 സ്പൂണോളം ഒറിഗാനോ. പിന്നെ നമ്മൾ ആദ്യം ചെറു ചൂടുള്ള പാലിൽ ഈസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇനി കുഴച്ചെടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ ഇത് കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായി കവർ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് മാറ്റി വയ്ക്കണം. ഒരു 2-2.5 മണിക്കൂറോളം അതൊന്ന് മാറ്റി വയ്ക്കാം. റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് പൊന്തി നല്ല ഈ മാവിൻ്റെ ഒരു ഇരട്ടിയും കൂടി ആവും ഇത്. ഇപ്പോൾ 2.5 മണിക്കൂറൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർലിക് ബ്രെഡിനുള്ള ഡോയൊക്കെ റെഡി ആയിരിപ്പുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചുള്ള ബട്ടറിലേക്ക് കുറച്ച് ഗാർലിക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഇതേ ബൗളിൽ നിന്ന് ഞാൻ ഡോ എടുത്തു. അപ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തപ്പോഴാണ് ഒന്ന് ചുരുങ്ങി വന്നത് കേട്ടോ ഡോ. എന്നിട്ട് കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പം ഇത്തിരി കട്ടിയോട് കൂടിയിട്ട് തന്നെ ഇത് പരത്തിയെടുക്കാം കേട്ടോ.
ഗാർലിക് ബ്രെഡൊക്കെ ഇതേ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് മെൽറ്റ് ചെയ്തെടുത്ത ബട്ടർ. അപ്പോൾ ബട്ടറിൽ 2-3 അല്ലി ഗാർലിക്ക് ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗാർലിക് ബ്രെഡ് അല്ലേ, അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്ലേവർ വേണമല്ലോ ഗാർലിക്കിൻ്റെ. അപ്പോൾ അതിനായിട്ട് ബട്ടറിൽ ഗാർലിക് ഒന്ന് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗത്തേക്ക്. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് ഓരോരുത്തർക്ക് ഇഷ്ടത്തിന് ഇടാട്ടോ. ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. മൊസറല്ല ചീസ് ഇടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്. പിന്നെ അവസാനമായിട്ട് കുറച്ച് ഒറിഗാനോയും കൂടി ഒന്ന് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഇടാം. ഒറിഗാനൊക്കെ ഫ്ലേവറിനനുസരിച്ച് ഇടാം. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും. ഇനി ഇതൊന്ന് മടക്കിയതിന് ശേഷം എല്ലാ ഭാഗവും ഒന്ന് കൈവച്ചൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തെടുത്ത ബട്ടറിൽ കുറച്ച് ഗാർലിക് ഒന്ന് ചോപ്പ് ചെയ്തിട്ടിട്ടാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ബാക്കിയുള്ളത് ഈ ഭാഗത്തും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടറിലേക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഗാർലിക് ഇട്ടിട്ടുള്ള മിക്സ് അത് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മേലേക്ക് ഈ ഫ്ലേവറിനായിട്ട് ഒറിഗാനോ അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടു. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ഓരോ മാർക്ക് ഇട്ട് കൊടുക്കണം, ഒന്ന് വരച്ച് ഇട്ട് കൊടുക്കണം. ഇത് ഓവനിലേക്ക് വെച്ച് 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഗാർലിക് ബ്രെഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.